ഹായ്, വെൽക്കം BSc സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് മകൾ പാണ്ഡെയെക്കുറിച്ചൊന്ന് പഠിക്കാം. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മകൾ പാണ്ഡെ. മകൾ പാണ്ഡെയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ അർജുനൻ ലഫ്റ്റനന്റ് ബ്ലോപ്റ്റോൺ ഹെൻറി ബോഗ് മേജർ ജെയിംസ് ഹുഡ്സൺ. മംഗൾ പാണ്ഡെയെ വധിച്ച അർജുനൻ പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് ഹെൻറി ബോഗാണ്. PSCയുടെ ഉത്തരപ്രകാരം ബേഗാണെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം വധിച്ചിട്ടില്ല. മംഗൾ പാണ്ഡെയുടെ കുറ്റവിചാരണത്തിന് മൊഴി നൽകിയ അദ്ദേഹം പിന്നീട് വിരമിച്ചു. മംഗൾ പാണ്ഡെയെ പിടികൂടി സഹായിച്ചെന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികൻ ദാമോദർ ഈശ്വര പ്രസാദ് ആണ്. ദാമോദർ ഈശ്വര പ്രസാദിനെ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 21-നാണ്. മംഗൾ പാണ്ഡെയെ കീഴടക്കാൻ സഹായിച്ച ഇന്ത്യൻ സൈനികൻ ഷേഖ് പൽതു ആണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ 8. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണത്, ചിലപ്പോൾ ചോദിച്ചാൽ IPSC കേട്ടോ. മംഗൾ പാണ്ഡെയെ അംഗമായി പട്ടാളത്തിൽ യൂണിറ്റ് 34 ബംഗ്ലാദേശ് കൽപ്പറ്റെ ബാരിക്പൂരിലാണേ. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. 50 പൈസ സ്റ്റാമ്പായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയുടെ ജീവിത പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ദി റൈസിംഗ്. സംവിധായകൻ കോദൻ മേത്തയും വേഷമിട്ടുന്ന അമീർ ഖാനുമാണ്. അടുത്ത നമുക്ക് ബദർഷാ രണ്ടാമനെ കുറിച്ച് പഠിച്ചാലോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബദർഷാ രണ്ടാമൻ. ബദർഷാ സഫർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. 1857 മഹത്തായ വിപ്ലവം നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബദർഷാ സെക്കൻഡ്. മീററ്റിൽ നിന്നും പുറപ്പെട്ട വിപ്ലവകാരിയായ ആദ്യ കീഴടക്കിയ പ്രദേശം ഡൽഹിയായിരുന്നു. ഡൽഹി കീഴടക്കിയ വിപ്ലവകാരിയുടെ ഇന്ത്യൻ ചക്രവർത്തിയായ ഷഹൻഷാ ഹിന്ദുസ്ഥാൻ പ്രഖ്യാപിച്ചത് ബദർഷാ രണ്ടാമനായിരുന്നു. ഡൽഹി ബാദുഷാ കൂടെ കലാപത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ സുബേദയായ സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ഭഗത് ഖാൻ. ബ്രിട്ടീഷുകാർക്ക് വിപ്ലവകാരികളിൽ നിന്നും തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശമാണ് ഡൽഹി. ഡൽഹി വിപ്ലവത്തെ അടിച്ചമർത്തിയ വ്യക്തി ജോൺ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ കാശുപ്പുകാരൻ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ്. ജോൺ നിക്കോൾസനെയാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നത്. ബദർഷാ രണ്ടാമനെ എത്ര പുത്രന്മാരെയും ഭർത്തമാരെയും വിചാരണ കൂടെ വെടിവെച്ച് കൊന്നത് വില്യം ഹോൺസൺ ആണ്. ബദർഷാ രണ്ടാമനെ ഹുമയൂണിൻ ശവകുടീരത്തിൽ നിന്ന് പിടികൂടാൻ നേതൃത്വം നൽകിയതും വില്യം ഹോൺസൺ ആണ്. 1857 ഡിസംബർ 20-നാണ്. ബഹദൂർഷാ രണ്ടാമനെ പിടികൂടിയ നാടുകടത്തിയ സ്ഥലമാണ് റെഗൂൺ. മ്യാൻമറിലെ റെഗൂണിലാണ് ബഹദൂർഷാ രണ്ടാമനെ നാടുകടത്തിയത്. റഗൂണിൻ്റെ പുതിയ പേരാണ് യഗോൺ. ബദർഷാ രണ്ടാമൻ റഗൂണിൽ വച്ച് മരണപ്പെട്ട വർഷം 1862. ചിലപ്പോൾ ചോദിച്ചാലായി. 1857 വിപ്ലവത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടാൻ ജനങ്ങളോ ആഹ്വാനം ചെയ്ത ബഹദൂർഷാ സെക്കൻഡ് പേരിൽ പുറപ്പെടുവിക്കപ്പെട്ട വിളംബരമാണ് അസംഗഡ് വിളംബരം. 1857 ആഗസ്റ്റ് 25. നമുക്ക് അടുത്ത ആളിനെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഝാൻസി റാണിയാണ്. ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കി ബ്രിട്ടീഷ് ശ്രമിച്ചതാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം എന്തായിരുന്നു? ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കൈയടക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ച ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് കാരണമായി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് 1853. ഝാൻസി റാണിയുടെ മറ്റു പേരുകളാണ് ഭാനുഫായി, മണികർണിക, ചെമ്പോലി, ലക്ഷ്മിഫായി. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഝാൻസിയുടെ രാജാവായിരുന്നത് ഗംഗാധർ റാവു ആണ്. ഇവന്റെ ഭാര്യയായിട്ടാണ് റാണി ലക്ഷ്മി റാണി. ഝാൻസി റാണി. ഗംഗാധർ റാവുവിന്റെ മരണശേഷം അധികാരഭാഷണകപ്പെട്ട അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് ദാമോദർ റാവു. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങൾ ആസാദ് ഷാഹി സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ എടുക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയാണ് ഝാൻസി റാണി. ഝാൻസി റാണിയോട് ഏറ്റുമുട്ടിയ സൈനിക ഉദ്യോഗസ്ഥനാണ് ഹുങ്റോസ്. ഝാൻസി റാണിയുടെ കുതിരകൾ ബാദൽ, സാരംഗി, പവൻ. ചിലപ്പോൾ ചോദിച്ചാലേ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിരയാണ് ബദൽ. ഝാൻസിയുടെ വനിതാ ബറ്റാലിയൻ എന്നറിയപ്പെടുന്നതും ഝാൻസിയാണ്. ഇത്രയും മതി. ഓക്കെ, ഇനി ബാക്കി നാളെ പഠിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക.